പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ വലിയ ആവേശത്തിലാണ്. പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരികയാണ്. അല്ലാഹു തആല റമദാനിലേക്ക് നമ്മെ എത്തിച്ചു തരുമാറാകട്ടെ. വളരെ ഏറെ ജാഗ്രതയും കരുതലും ശ്രദ്ധയും ഒക്കെ വേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദകരമായ സന്ദർഭമാണിത്. ഈ സമയത്ത് നമ്മൾ റമദാനിന് വേണ്ടി ഒരുങ്ങും. അതിൻ്റെ ഭാഗമായി നമ്മുടെ വീട് ഒക്കെ നമ്മൾ വൃത്തിയാക്കി, നനച്ചു കുളിക്കുക എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു നനച്ചുകുളി നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ നടത്താത്തവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടത്തേണ്ടതുമുണ്ട്. നമ്മുടെ പള്ളിയൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് പിന്നെ ക്ലീൻ ചെയ്ത് മുസല്ലൊക്കെ മാറ്റി മനോഹരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. അതിനുവേണ്ടി പണം ആവശ്യപ്പെട്ടപ്പോൾ വളരെ പെട്ടെന്നും ഒക്കെ തന്ന മുഅ്മിനുകളും മുഅ്മിനാത്തുകളുമുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാ സംരംഭങ്ങളിലും അല്ലാഹു തആല അല്ലാഹുവിൻ്റെ സക്കീനത്ത്, സമാധാനം അല്ലാഹു അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളുണ്ട്. പണം കൊടുത്തു പ്രവർത്തിച്ചു, പിന്നെ പ്രവർത്തനം മാത്രം, അങ്ങനെ പല രീതിയിലും ഒരുപാട് കഷ്ടപ്പെട്ട ആളുകൾ. അതുമാത്രമല്ല, പള്ളിക്ക് വേണ്ടി നിരന്തരമായി പള്ളിയുടെ കാര്യങ്ങളിൽ രാപ്പകലില്ലാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്നവരും ചെറുപ്പക്കാരും സ്ത്രീകളൊക്കെയുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയൽ പ്രായോഗികമല്ല. പടച്ച റബ്ബിനറിയാം ആരൊക്കെയാണെന്ന്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഇഹത്തിലും പരത്തിലും അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിൻ്റെ രക്ഷയും കാവലും എല്ലാ സമയത്തും അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ നമ്മൾ പള്ളി വൃത്തിയാക്കി, വീട് വൃത്തിയാക്കി, മുസല്ലൊക്കെ മാറ്റി മനോഹരമാക്കി. എന്നാൽ അതുകൊണ്ട് മതിയാകൂലല്ലോ അല്ലേ? അതൊക്കെ വേണ്ടതാണ്, ഭൗതികമായ ഒരുക്കങ്ങളൊക്കെ. അതിലപ്പുറം നമ്മുടെ കൽബിനെയും കൂടി നമ്മൾ ഈ റമദാനിൻ്റെ മുന്നോടിയായി ഒന്ന് കഴുകി വൃത്തിയാക്കണം. കൽബിനൊന്ന് ക്ലീൻ ചെയ്യണം. ഒരു അധ്യാപകൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ബോർഡിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ എഴുതിയത് ആ ബോർഡിൽ തന്നെ കിടപ്പുണ്ട്. ഇന്ന് ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ മുകളിലാണ്ട് എഴുതിയാൽ മതിയോ? പോരാ. അതൊക്കെ മായ്ച്ച് വൃത്തിയാക്കിയിട്ട് വേണം രണ്ടാമത് എഴുതാൻ. അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മുസല്ലയുടെ മുകളിൽ നമ്മളിപ്പോൾ ഈ പുതിയ മുസല്ല വിരിച്ചാൽ അത് പോരാ. അത് മാറ്റി ക്ലീൻ ചെയ്ത് പുതിയ മുസല്ല വിരിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് റമദാനിനെ സ്വീകരിക്കാൻ, പരിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശത്തെ ഒന്നുകൂടി സന്നിവേശിപ്പിക്കാൻ ഈ റമദാൻ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ കൽബൊന്ന് കഴുകി വൃത്തിയാക്കണം. വീടും പള്ളിയും പരിസരവും ഒക്കെ വൃത്തിയാക്കിയതുപോലെ അല്ല, അതിനേക്കാൾ മനോഹരമായ വിധത്തിൽ ഹൃദയം കൂടി കൽബ് കൂടി വൃത്തിയാക്കി സ്ഫുടം ചെയ്ത് റമദാനിനെ സ്വീകരിക്കാൻ ഈ സന്ദർഭത്തിൽ നമ്മൾ ഒരുങ്ങണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി നമ്മൾ തൗബ ചെയ്യണമെന്ന്. തൗബയാണ് നമ്മുടെ കൽബിനെ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള എന്താ പറയുക, അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് തൗബയാണ്. തൗബ എല്ലാ ദിവസവും നമ്മൾ തൗബ ചെയ്യണം. പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ ഒന്നുകൂടെ സജീവമായി തൗബയുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുചരന്മാരുമായി ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ ഒരു മരുഭൂമിയിലെത്തി. അവിടെ എത്തിയപ്പോൾ അല്പനേരം അവിടെ ഇരുന്നു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, ഈ മരുഭൂമിയിൽ നിങ്ങൾ വല്ല വേസ്റ്റും കാണുന്നുണ്ടോ? അവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും കാണാനില്ല നബിയെ. ഒന്നും കാണുന്നില്ലല്ലേ, വേസ്റ്റ് ഒന്നും ഇല്ല അല്ലേ? ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഓരോരുത്തരും നടന്നിട്ട് ഈ മരുഭൂമിയിൽ എന്തെങ്കിലും വേസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് പരിതാൻ പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ടു. അങ്ങനെ എല്ലാവരും പല ഭാഗങ്ങളിലേക്ക് പോയി. എന്നിട്ട് ഓരോരുത്തരും എല്ലും കഷ്ണങ്ങളും മറ്റുമൊക്കെ പല വേസ്റ്റുകളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കി കൊണ്ടുവന്നു.
ആ പെറുക്കിക്കൊണ്ടുവന്ന വേസ്റ്റുകൾ റസൂലിൻ്റെ മുന്നിൽ ഇങ്ങനെ കൂട്ടിയിട്ടു. അപ്പോൾ അത് ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ലായിരുന്നു. പക്ഷെ അവിടെ തന്നെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. എന്നതുപോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് തിന്മകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ഉണ്ടാവാം. അതെല്ലാം നമ്മളൊന്ന് ഓർത്തെടുക്കണം, അതെല്ലാം ഒന്ന് ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് അതൊക്കെ ഒന്ന് കരിച്ചു കളയണം, കൽബിനൊന്ന് വൃത്തിയാക്കണം. ആ വൃത്തിയുള്ള ഹൃദയത്തിലേക്കാണ് റമദാനിൻ്റെ പ്രകാശം കടന്നു വരികയുള്ളൂ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തൗബയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് തൗബ? തൗബ എന്ന വാക്കിൻ്റെ അർത്ഥം മടക്കം എന്നാണ്. അർറുജൂ, മടങ്ങി വരലാണ്. നമ്മുടെയൊക്കെ ഞാൻ സാധാരണ പറയാറുള്ളത് റിവേഴ്സ് ഗിയർ ഇടലാണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി വഴി തെറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഗിയർ ഒന്ന് മാറ്റി റിവേഴ്സ് ഇട്ട് മടങ്ങി വരലാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങലാണ് തൗബ എന്നത്. തൗബ എന്ന വാക്കിൻ്റെ അർത്ഥം മടങ്ങലാണ്. ആരിലേക്കുള്ള മടക്കം? അള്ളാഹുവിലേക്ക്. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പടച്ച റബ്ബിൻ്റെ മുന്നിൽ എണ്ണിപ്പറഞ്ഞ് സമർപ്പിച്ച് അള്ളാഹുവിനൊരു വാക്ക് കൊടുക്കാൻ കഴിയണം. റബ്ബേ, ഇനി ഞാൻ തെറ്റിലേക്കില്ല. തൗബക്ക് കുറച്ച് ഷർത്തുകളുണ്ട്, കണ്ടീഷൻസ്. ഇന്ന് ഈ കണ്ടീഷനുകൾ പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ തൗബയാകുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് എണ്ണി പറയാം. അതൊക്കെ ആ ഷർത്തുകളൊക്കെ നമ്മൾ പാലിക്കണം. തൗബ എന്നത് ഒരു ഉസ്താദ് ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത് ചൊല്ലേണ്ട ഒന്നല്ല, അത് ഓരോരുത്തർ രൂപപ്പെടുത്തേണ്ട ഒന്നാണ്. തൗബക്കായിട്ടുള്ളത്, തൗബ എന്ന് പറഞ്ഞ ഒരു തീരുമാനമാണ്. യഥാർത്ഥത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനമാണ് തൗബ. ആ തീരുമാനം ഞാനിങ്ങനെ ചൊല്ലിത്തന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകൂല, പറഞ്ഞു തരാം. അതനുസരിച്ച് ഞാനും നിങ്ങളുമൊക്കെ തീരുമാനമെടുക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ അറിയോ? ഒരു കണ്ടീഷൻ പറയുന്നത് അൽ ഇഖ്ലാ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക, തെറ്റുകളിൽ നിന്ന് വിരമിക്കുക. എന്ത് തെറ്റാണോ നിലവിൽ നമ്മുടെ അടുത്തുള്ളത്, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാകൂല. നമ്മളൊക്കെ മനുഷ്യരല്ലേ, തെറ്റുകളൊക്കെ സംഭവിക്കും. ആ ഏതാണോ എൻ്റെ തെറ്റ്, പല ആളുകളിലും പല വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടാകും. എൻ്റെ തെറ്റ് ഏതാണോ ആ തെറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഇഖ്ലാ ചെയ്യണം. പൂർണ്ണമായും അതിനോട് കൽബിനെ, തെറ്റുകളിൽ നിന്ന് കൽബിനെയും ശരീരത്തെയും പറിച്ചെടുത്ത് മാറി നിൽക്കണം. തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം. ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത് പണ്ഡിതന്മാർ പറയുന്നത് അദ്ദംബു അലാ ദംബി, നദ്മു അലാ ദംബി. നദ്മാണ് എന്ന് പറഞ്ഞാൽ ഖേദിക്കലാണ്. സംഭവിച്ച തെറ്റിൽ ഒരു വേദന നമുക്ക് അനുഭവപ്പെടണം, ഖേദമുണ്ടാകണം. ഒരു ഖേദമില്ലാതെ തൗബയാകൂല. നാവ് കൊണ്ട് ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ 1000 അല്ല 10,000 പറഞ്ഞാലും അത് തൗബയാകുന്നില്ല. നമുക്ക് ഖേദം വേണം. റബ്ബേ, ഇന്ന തെറ്റുകൾ എന്നിൽ നിന്ന് സംഭവിച്ചു, ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തു എന്ന് ഒരു ഖേദം ഉള്ളിൽ രൂപപ്പെടുത്തണം. ആ ഖേദിക്കലാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ ഷർത്ത് പറയുന്നത് ആ തെറ്റിലേക്ക്, ഇനി ചെയ്ത തെറ്റിലേക്ക് ഞാൻ ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന അസ്മ്, ദൃഢനിശ്ചയം ഉണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് തീരുമാനിക്കണം, ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് തീരുമാനിക്കണം. ചില ആളുകളുണ്ടല്ലോ, ഈ റമദാൻ വരുമ്പോൾ തൗബ ചെയ്യും, എന്നിട്ട് എനിക്ക് നോമ്പുണ്ട് അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല, ഏതായാലും റമദാൻ കഴിയട്ടെ, റമദാൻ കഴിഞ്ഞോട്ടെ എന്നാണ് നമ്മുടെ തീരുമാനമെങ്കിൽ യഥാർത്ഥത്തിൽ അത് തൗബയാകുന്നില്ല. ഇനി പടച്ച റബ്ബേ, ഞാൻ ഇനി ഒരിക്കലും ആ തെറ്റ് ഞാൻ ചെയ്യുകയില്ല എന്ന് ഒരാൾ മനസ്സിൽ ഉറപ്പിച്ച് പടച്ച റബ്ബിന് വാക്ക് കൊടുക്കണം. ഈ 3 ഷർത്തുകളാണ് പ്രധാനമായും തൗബയിലുള്ളത്. മറ്റൊരു ഷർത്ത് കൂടിയുണ്ട്. ഈ 3 ഷർത്തും നമ്മളെ റബ്ബുമായി ബന്ധപ്പെട്ട ഷർത്തുകളാണ്. ആണല്ലോ, റബ്ബുമായി ബന്ധപ്പെട്ട ഷർത്തുകളാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഒരു ഷർത്ത് കൂടിയുണ്ട്. അതെന്താ? അവരുമായി എന്തെങ്കിലും പൊരുത്തപ്പെടിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇടപാടുകളുണ്ടെങ്കിൽ അതുകൂടി അവസാനിപ്പിക്കണം. ഇപ്പം ഞാൻ എന്താ പറയുക, എന്നോട് ഒരാൾ തെറ്റ് ചെയ്യാം, എന്നിൽ നിന്ന് കാശ് കടം വാങ്ങിയിട്ട് എന്നെ പറ്റിച്ച് നടക്കുക ഒരാൾ, എന്നിട്ട് അയാൾ പോയിട്ട് പടച്ചവനോട് തൗബ ചെയ്യുക, അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുക. ഞാൻ എന്തിനു പറ്റി? ഞാനിങ്ങനെ അണ്ടി പോയ അണ്ണാൻ്റെമാര് മേപ്പെട്ട് നോക്കി നിൽക്കണം, എന്നെ പറ്റിച്ച് അവൻ നടക്കുക, എന്നിട്ട് അവനക്ക് പടച്ചവൻ പുറത്തു കൊടുക്കുക. വലക്കത് കറംന ബനി ആദം, തീർച്ചയായും മനുഷ്യരെ അള്ളാഹു തആല ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യരോട് ചെയ്ത തെറ്റുകൾ അവരോട് തന്നെ തീർക്കണം, എന്നിട്ട് വേണം പടച്ചവൻ്റെ മുന്നിൽ തൗബ ചെയ്യാൻ. പല നിലക്കുള്ള തെറ്റുകൾ, ഒരാളെ ഉപദ്രവിച്ചതാണോ,
ഒന്നെങ്കിൽ അയാൾക്ക് നിന്നെ തിരിച്ചു തല്ലാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാ. അവരോട് പോയി പറയണം, ഞാൻ നിന്നെ തല്ലിയിട്ടുണ്ട്, അത് ശരിയല്ല, തെറ്റാണ് ഞാൻ ചെയ്തത്, ഒരു കാര്യം ചെയ്യ്, ഒന്നുകിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, അതല്ല നിനക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ലെങ്കിൽ നീ എന്നെ തിരിച്ച് തല്ലിക്കോ എന്ന് അവനോട് പറയണം. ഹക്കിടപാടുകളാണോ ആ ഹക്കിടപാടുകൾ കൊടുത്തു തീർക്കണം. എത്രയോ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലേ? എന്തെല്ലാം കഥകളാണ് നിരന്തരമായി നമ്മൾ കേൾക്കുന്നത്. പെങ്ങന്മാരെയും ആങ്ങളമാരെയും കുഞ്ഞാപ്പാനെയും മൂത്താപ്പാനെയൊക്കെ പറ്റിച്ചിട്ട്, സുഹൃത്തുക്കളെ പറ്റിച്ചിട്ട്, കച്ചവടത്തിന്റെ പേരിൽ പല ആളുകളിൽ നിന്നും പണം ഈടാക്കി പറ്റിച്ച് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരോട് പോയി പറയണം, അവരോട് സംസാരിക്കണം, അതവർക്ക് കൊടുത്തു വീട്ടണം. ഇനി സാധ്യമല്ലെങ്കിൽ അവരോടത് പൊരുത്തപ്പെടാനെങ്കിലും പറയണം. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ, ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഞാൻ വേറെ ഒരു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിച്ചപ്പോൾ, സ്ത്രീധനം വാങ്ങിപ്പോയാൽ എന്ത് ചെയ്യും ഉസ്താദേ, അയാളുടെ തൗബ അല്ലാഹ് സ്വീകരിക്കുമോ? സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് അവരുടെ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ടല്ലോ, അതല്ല. നമ്മുടെ നാട്ടിൽ സ്ത്രീധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാപ്പാക്ക് കൊടുക്കാം, മകൾക്ക് കൊടുക്കാം, വാപ്പാടെ സ്വത്തല്ലേ, കുട്ടികൾക്കുള്ളതല്ലേ, കുട്ടികൾക്ക് സമ്മാനമായോ മറ്റൊക്കെ കൊടുക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു രീതി, ഒരു കരാറുണ്ട് അല്ലേ, ഒരു കരാറുണ്ട്. എന്നിട്ട് എത്രയോ പിതാക്കന്മാര് കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പുതിയാപ്പള വീട്ടിൽ വന്നപ്പോ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പുതിയാപ്പള ചോദിക്കുക, എവിടെ വാപ്പ, എവിടെ വാപ്പ? ഏതോ ജുമുഅക്ക് ഒരു പള്ളിയിൽ യാചിക്കാൻ പോയേക്ക. എന്തിന്? ഇവന് കൊടുത്ത സ്ത്രീധനം നാളെ ജ്വല്ലറിക്കാര് വരും, പൈസ കൊടുത്ത് വീട്ടണം. ആ വാപ്പയുടെ ചോരയാണ് സഹോദര നീ ഊറ്റിയതെങ്കിൽ, ആ വാപ്പാക്ക് പൊരുത്തമില്ലാത്ത പണമാണ് സ്ത്രീധനത്തിലൂടെ നീ വസൂലാക്കിയിട്ടുള്ളതെങ്കിൽ അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. വേറെ വഴിയൊന്നുമില്ല, അയാൾക്കത് തിരിച്ചു കൊടുക്കണം. അങ്ങനെ എൻ്റെ ശബ്ദം കേൾക്കുന്ന, ഈ ഖുതുബ കേൾക്കുന്ന ആരുടെങ്കിലും അന്യായമായ പണം, ഒരു പിതാവിൻ്റെ ചോരയുടെ ഗന്ധമുള്ള പണം കയ്യിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വാപ്പാനോട് പോയി പറയണം, സംസാരിക്കണം, എന്നിട്ട് ആ പണം അങ്ങ് തിരിച്ചു കൊടുക്കണം. അല്ലാതെ എന്തെങ്കിലും കുറുക്ക് വഴി പറഞ്ഞു തരാൻ എൻ്റെ മുന്നിൽ മാർഗമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇസ്ലാമാണ്. അതല്ല, ആ വാപ്പാക്ക് നിനക്കതിന് പ്രാപ്തിയില്ലെങ്കിൽ ആ പിതാവിനോട് അപേക്ഷിച്ച് നോക്കണം, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ എന്ന്. അത്രേ അതിൽ വഴിയുള്ളൂ. അത്രയും ഗുരുതരമായ പാപമാണ് ഒരു പിതാവിന്റെ ചോരയുടെ ഗന്ധമുള്ള പണം വസൂലാക്കിയിട്ടുണ്ടെങ്കിൽ, കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉണ്ടെങ്കിൽ ആ ഇടപാടുകൾ തീർക്കണം. ഇതാണ് തൗബ. ഇങ്ങനെ എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇനി അള്ളാഹ് സ്വീകരിക്കോ ഇല്ലേ? അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ? എത്ര ഗുരുതരമായ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും, ഉഹദ് മലയോളം വലിയ പാപങ്ങൾ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്ത് വലിയ തെറ്റാണ് റബ്ബേ ഇത്, അത്ര വലിയ ഗുരുതരമായ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും, എത്ര ഗുരുതരമായ പാപമാണെങ്കിലും, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുർഖാനിൽ പിന്നെ അതിൻ്റെ 25-ാമത്തെ ആയത്താണ് ഫുർഖാനിന്റെ 70-ാമത്തെ ആയത്തിൽ 69-ാമത്തെ ആയത്തിൽ ചില ഗുരുതരമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ പാപങ്ങൾക്ക് വലിയ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇല്ലാ മൻ താബ, ഒരുത്തനൊഴികെ അവനെ ഞാൻ ശിക്ഷിക്കൂല. ആരാണെന്നറിയുമോ? ഇല്ലാ മൻ താബ, അവൻ തൗബ ചെയ്തു, നിഷ്കളങ്കമായി പടച്ച റബ്ബിനോട് പടച്ചോനെ സോറി എന്നൊരു വാക്ക് പറയാൻ. നമ്മളൊക്കെ അങ്ങനല്ലേ? എത്ര തെറ്റ് ചെയ്താലും എന്നോട് സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അള്ളാഹുവിനോട് മനസ്സിൽ തട്ടി ഒരു സോറി പറയാൻ, അതാണ് പ്രിയമുള്ളവരെ തൗബ. പടച്ചോനോട് ഒരു സോറി പറയാൻ നീ തയ്യാറാണോ? അള്ളാഹ് പറയുന്നു, ഇല്ലാ മൻ താബ, ഒരാൾ തൗബ ചെയ്തു, വആമന, എന്നിട്ട് ഈമാനിനെ റീഫ്രഷ് ചെയ്തു, ഈമാനിനെ ഒന്ന് പുതുക്കി, വഅമില അമലൻ സ്വാലിഹ, എന്നിട്ട് പിന്നെ സൽക്കർമ്മങ്ങൾ ഇങ്ങനെ തുരുതുരാ ചെയ്തു, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകൾ പോലും അല്ലാഹു തആല നന്മകളാക്കി മാറ്റും. അല്ലാഹ് സ്വീകരിക്കും, എല്ലാ പാപവും അല്ലാഹ് സ്വീകരിക്കും. ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ശിർക്ക് പടച്ചോൻ പൊറുക്കൂല എന്നില്ലേ? ഞാനിങ്ങനെ ചിന്തിക്കും, എത്രയോ ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ, ശിർക്ക് ചെയ്ത ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തു, ഇനിയും പുറത്തു കൊടുക്കൂലേ? പുറത്തു കൊടുക്കും. ഇനി മുസ്ലിമായ ഒരാൾ തന്നെ ശിർക്ക് ചെയ്തു എന്ന് സങ്കല്പിക്കുക, അല്ലാഹ് പൊറുക്കൂലേ?
പൊറുക്കൂല എന്ന് പറഞ്ഞ എന്ത് ലോജിക്കാ അതിലുള്ളത്? അല്ലാഹു തആല അത്ര ക്രൂരനാണോ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി എന്ന് ഖുർആനിലുണ്ട്. അല്ലാഹു തആല ശിർക്ക് പൊറുക്കൂലാന്ന്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ വ്യാഖ്യാനം? ഒരാൾ ശിർക്ക് ചെയ്തു പോയി, മുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്തു പോയി, ഇനി അയാൾക്ക് രക്ഷയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അതല്ല. ആ ശിർക്കോട് കൂടി അയാൾ മരണപ്പെട്ടു പോയാൽ, ആ ശിർക്കിൽ നിന്ന് പശ്ചാത്തപിക്കാൻ കഴിയാതെ അയാൾ മരണപ്പെട്ടു പോയാൽ പിന്നെ അയാൾക്ക് തൗബയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ ആ വ്യക്തിക്ക് തൗബയില്ല. അതല്ല, ശിർക്ക് ചെയ്യാത്ത ഒരാൾ മരണപ്പെട്ടു പോയി, അയാൾ തൗബൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അല്ലാഹ് പുറത്തു കൊടുത്തേക്കാം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാ പാപങ്ങളും അല്ലാഹ് പൊറുക്കും. ശരി, എന്നാ പിന്നെ തെറ്റ് ചെയ്യാം, പാപം ചെയ്യാം, തെറ്റ് ചെയ്യാം, പാപം ചെയ്യാം, അങ്ങനെയുള്ളവർക്ക് അല്ലാഹ് പൊറുക്കുകയില്ല. തൗബ ചെയ്യുമ്പോൾ അല്ലാഹ്ക്ക് ഒരു വാക്ക് കൊടുക്കണം, ഉറപ്പ് കൊടുക്കണം. ആ തെറ്റുകൾ എണ്ണിപ്പറഞ്ഞ് അതിൽ നിന്ന് മാറി നിന്ന് ഖേദിച്ച് ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് പടച്ച റബ്ബിന് വാക്ക് കൊടുത്താൽ, എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും പൊറുക്കും. അല്ലാഹു തആല നമ്മുടെ തെറ്റുകളെ പുറത്തു തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ ഒരു കഥയുണ്ടല്ലോ. ബനീ ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരാള്, അദ്ദേഹം ഒരു ഗുണ്ടയായിരുന്നു, അദ്ദേഹം വലിയൊരു പോക്കിരിയായിരുന്നു. ആ മനുഷ്യൻ ജീവിതത്തിൽ 99 പേരെ കൊന്നു. സഹിക്കോ നമ്മളൊക്കെ? 1-2 കൊലപാതകമൊന്നുമല്ല, 99 കൊലപാതകം നടത്തിയ ഒരാള്. അപ്പോഴാണ് അയാൾക്ക് തോന്നലുണ്ടാകുന്നത്, അല്ലാഹുവേ, ഞാൻ എത്രമാത്രം വലിയ പാപിയാണ്, എനിക്കിനി പടച്ചോൻ പുറത്തു തരുമോ? അങ്ങനെ ഒരു റാഹിബ്, ഒരു പുരോഹിതന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് അല്ലാഹു പുറത്തു തരുമെന്ന്. ആ മനുഷ്യനെ ഈ പുരോഹിതൻ ആട്ടിവിട്ടു. ഇല്ല, ഒരിക്കലും നിനക്ക് അല്ലാഹു പുറത്തു തരികയില്ല. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അറയിൽ നിന്ന് വാൾ ഊരിയെടുത്ത് അയാളെയും കൊന്നു. അങ്ങനെ 100 പേരെ കൊന്നു സെഞ്ചുറി പൂർത്തിയാക്കുകയാണ് ആ മനുഷ്യൻ. പിന്നെയും അദ്ദേഹത്തിന് ഖേദമുണ്ടാകുന്നു. ആ മനുഷ്യൻ മറ്റൊരു ആലിമിനെ, പണ്ഡിതനെ തെരഞ്ഞു പോവുകയാണ്. എന്നിട്ട് പോയപ്പോ ആ പണ്ഡിതനോട് വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അല്ലാഹു പൊറുക്കും. നീ ആത്മാർത്ഥമായിട്ടാണ് തൗബ ചെയ്യുന്നതെങ്കിൽ അല്ലാഹ് പൊറുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം ചില കണ്ടീഷനൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ നാട്ടിലെ നിനക്ക് പറ്റിയ നാടല്ല, ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കണം, ഒരു ചേഞ്ച് നല്ലതാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, നമുക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒന്ന് മാറി നിൽക്കേണ്ടി വരും. ഒരു പക്ഷേ അങ്ങനെ അദ്ദേഹത്തോടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം ഈ പശ്ചാത്താപ മനസ്സോടു കൂടിയാണ് ആ നാട്ടിൽ നിന്ന് ഇദ്ദേഹം പറഞ്ഞ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ യാത്രക്കിടയിൽ അദ്ദേഹം മരിക്കുന്നുവെന്നും ആ തൗബയോടുകൂടി സഞ്ചരിക്കുന്ന മനുഷ്യന് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ റൂഹിനെ കൊണ്ടുപോകാൻ 2 വിഭാഗം മലക്കുകൾ വന്നു എന്നും ചരിത്രം ഒരുപാട് കേട്ടതല്ലേ. 2 വിഭാഗം മലക്കുകൾ. എന്നിട്ട് ആരാണ് ഇദ്ദേഹത്തിന്റെ റൂഹിനെ കൊണ്ടുപോകേണ്ടത്? അദാബിന്റെ മലക്കുകളാണോ റഹ്മത്തിന്റെ മലക്കുകളാണോ? അവസാനം നമ്മൾ കേട്ട ചരിത്രമാണ്, തീർപ്പിലെത്തുകയാണ്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വിധി പറയുകയാണ്. അദ്ദേഹം നടന്നു തീർന്ന സ്ഥലമാണ്, ഇനി നടക്കാനുള്ള സ്ഥലത്തേക്കാൾ കൂടുതൽ എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ തൗബയെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു സ്ത്രീ നിൽക്കുകയാണ്. ഞാൻ അവരെങ്ങനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് കടന്നു. ഞാൻ അകത്ത് കയറി കതകടച്ചു. എന്നിട്ട് ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആരോ പിന്നെ വാതിൽ കൊട്ടുകയാണ്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഈ സ്ത്രീയാണ്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു പോയി. ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു പോയി, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന്, നിങ്ങൾക്കൊന്നും അല്ലാഹു പുറത്തു തരികയില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞയച്ചു. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പോയി. പിറ്റേ ദിവസം സുബഹിക്ക് പള്ളിയിലെത്തിയപ്പോൾ അള്ളാഹിന്റെ റസൂലിനോട് ഞാൻ ഈ സംഭവം പറഞ്ഞു. പ്രവാചകരെ, ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അബദ്ധമാണ് അബൂ ഹുറൈറ ഈ കാണിച്ചത്? ആരാണ് നിങ്ങളോട് പറഞ്ഞത് ആ സ്ത്രീക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ലെന്ന്? അതുകൊണ്ട് ആ സ്ത്രീയോട് പെട്ടെന്ന് അറിയിക്കൂ, തീർച്ചയായും തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരുമെന്നും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉടനെ ഞാൻ പള്ളിയിൽ നിന്നിറങ്ങി വൈകുന്നേരം വരെ ആ സ്ത്രീയെ തെരഞ്ഞുകൊണ്ടാണ് ഞാൻ സഞ്ചരിച്ചത്. വൈകുന്നേരം ആ സ്ത്രീയെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ആ സ്ത്രീയോട് വിവരം പറഞ്ഞു. ആ സ്ത്രീക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരിക്കലും നിരാശപ്പെടരുത്, നിരാശപ്പെടാൻ പാടില്ല. കാരണം നിരാശ ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്കറിയാമല്ലോ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം
യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന് നഷ്ടപ്പെട്ട സംഭവം നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ കണ്ടെത്തുകയാണ്. കണ്ടെത്തിയതിനു ശേഷം പിന്നീട് ഇളയ സഹോദരൻ ബിന്യാമീനും കൂട്ടരും യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. സൂറത്ത് യൂസുഫിൽ ഈ ചരിത്രം വളരെ വിശദമായി പറയുന്നതാണ്. അങ്ങനെ കാണാൻ പോയി പിന്നെ ഈ സഹോദരനെയും അവിടെ പിടിക്കപ്പെട്ട കഥ നമ്മൾ കേട്ടിട്ടില്ലേ. എന്നിട്ട് രണ്ട് മക്കളെയാണ് ഇപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വീട്ടിലെത്തിയ മക്കള് ഈ വിവരം പിതാവിനോട് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, യാ ബനിയ, യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറയുകയാണ്, യാ ബനിയ, ഉപ്പാട പൊന്നു മക്കളെ, യാ ബനിയ ഇദ്ഹബൂ, നിങ്ങൾ പോയി നോക്ക്, ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖി, യൂസുഫിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും നിങ്ങൾ കണ്ടുപിടിക്കാനൊന്ന് ശ്രമിച്ചു നോക്ക്, തെരഞ്ഞു നോക്ക് എന്ന് വാപ്പ പറഞ്ഞു. ഫലാ തൈഅസൂ മിൻ റൗഹില്ലാ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകരുത്. യാക്കൂബ് നബി അലൈഹിസ്സലാം നിരാശപ്പെടരുത്, വളരെ പോസിറ്റീവായി തന്നെ ചിന്തിക്കണം. ഒരിക്കലും ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നിരാശപ്പെടാൻ പാടില്ല. കാരണം നിഷേധികൾക്ക് മാത്രമേ നിരാശ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു സത്യവിശ്വാസിയിൽ നിന്ന് നിരാശ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് ചെയ്യുന്നുവെങ്കിൽ ആ തെറ്റിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നിരാശപ്പെടൽ. ഇനി ഒരിക്കലും അല്ലാഹു എനിക്ക് പുറത്തു തരികയില്ല എന്ന നിരാശ കുഫ്റാണ്. തെറ്റാണ്, വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ആ തെറ്റ് എനിക്ക് റബ്ബ് പുറത്ത് തരൂല എന്നുള്ള നിരാശയുണ്ടല്ലോ, ആ നിരാശ ഈ തെറ്റിനേക്കാൾ വലിയ തെറ്റാണ്. കാരണം അത് കുഫ്റാണ്. അതുകൊണ്ട് എത്ര വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹ് പുറത്തു തരും. മറ്റൊരു ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി, അല്ലാഹു തആല അവന്റെ അടിമകളുടെ തൗബയിൽ ഏറ്റവും സന്തോഷിക്കുന്നവനാണ്. എന്നിട്ട് റസൂൽ ഉദാഹരണം പറഞ്ഞു, ഒരാള് ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. മരുഭൂമി എന്നുള്ളത് അറബികൾക്ക് മനസ്സിലാകുന്ന ഉദാഹരണമാണ്. നമുക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ നമ്മൾ സങ്കല്പിക്കുക. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം വലിയ ക്ഷീണിതനായപ്പോൾ ഒരു സ്ഥലത്ത് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി അദ്ദേഹം ഒന്ന് വിശ്രമിക്കാനിരുന്നു. പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കാണുന്നില്ല. ആ ഒട്ടകത്തിന്റെ മേലാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണവും വസ്ത്രവും എല്ലാം. മരുഭൂമിയിൽ പെട്ടാലെന്ന് ആലോചിച്ച് നോക്ക്, തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒന്നും ഉണ്ടാകൂല, ഇനി ഒരു രക്ഷയുമില്ല. അങ്ങനെ അദ്ദേഹം തൊട്ടടുത്ത് കണ്ട മരുഭൂമിയിൽ അപൂർവമായാണല്ലോ മരങ്ങൾ കാണുക. ഒരു മരത്തിന്റെ തണലിൽ അദ്ദേഹം ഒരു അല്പനേരം വിശ്രമിച്ചു. സങ്കടത്തോടു കൂടി അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകം ആ നഷ്ടപ്പെട്ട ഒട്ടകം അവിടെ തന്നെ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ. എത്ര ഉണ്ടാവും അദ്ദേഹത്തിന്റെ സന്തോഷം. നമുക്ക് മനസ്സിലാകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു അത്രേ, സന്തോഷം കൂടിയാ പിന്നെ എന്തൊക്കെ പറയാൻ നമുക്ക് തന്നെ സങ്കല്പിക്കാൻ കഴിയില്ല. ഇദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്, അല്ലാഹുവേ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. തെറ്റിപ്പറഞ്ഞതാ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട്. അത്രമേൽ ഇദ്ദേഹത്തിന് സന്തോഷമുണ്ടായി ആ നഷ്ടപ്പെട്ട വാഹനം തിരിച്ചു കിട്ടിയെങ്കിൽ. എന്നാൽ ഇതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണത്രേ ഒരു അടിമ തൗബ ചെയ്യുമ്പോൾ. എത്ര വലിയ ഗുരുതരമായ പാപങ്ങളാണെങ്കിലും പടച്ച റബ്ബിനോട് അല്ലാഹ് എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണേ എന്നൊരു വാക്ക് പറയാൻ സത്യവിശ്വാസികളെ നമ്മൾ തയ്യാറായാൽ അല്ലാഹു തആല പുറത്തു തരും. അങ്ങനെ വേണം നമ്മൾ റമളാനിലേക്ക് കടക്കാൻ. ഞാൻ ഓതി വെച്ചു തുടക്കത്തിൽ, ഖുൽ പറയുക നബിയേ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാവിനോട് വല്ലാതെ ഗുരുതരമായ തെറ്റുകൾ ചെയ്തു പോയ അള്ളാഹുവിന്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശപ്പെടരുത് കേട്ടോ. നിരാശ ഒരിക്കലും പാടില്ല. കാരണം ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപവും പൊറുക്കും. ജമീഅൻ, മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ പടച്ചോ റെഡിയാണ്. നമ്മൾ തയ്യാറായാൽ മാത്രം മതി. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, കാരണം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വ അനീബു ഇലാ റബ്ബിക്കും, റബ്ബിലേക്ക് മടങ്ങുക.
റബ്ബിലേക്ക് മടങ്ങുക. വഅസ്ലിമൂ ലഹു, ആ അല്ലാഹുവിന്റെ മുന്നിൽ മുസ്ലിങ്ങളാവുക, സമ്പൂർണ്ണമായി സമർപ്പിച്ചവരാവുക. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ്. ആ ശിക്ഷ ഒരുപക്ഷെ പൊടുന്നനെയുള്ള മരണമാകാം. ഒന്നും ചെയ്യാൻ കഴിയില്ല. മരണം വന്നതിന് ശേഷം പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഉസ്താദുമാരും ആളുകളൊക്കെ കൂടി ലക്ഷക്കണക്കിന്, 10,000 അല്ല ലക്ഷക്കണക്കിന് ദിക്റുകൾ ചൊല്ലിയാലും ഇയാളെ സ്വർഗത്തിലേക്ക് തള്ളിക്കയറ്റാനൊന്നും പറ്റില്ല. കാഫിറായിട്ടാണ് മരിച്ചതെങ്കിൽ, ഈമാൻ കിട്ടാതെയാണ് മരിച്ചതെങ്കിൽ എത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടും കാര്യമില്ല. അള്ളാഹിന്റെ റസൂലിന്റെ മകളാണല്ലോ, പുന്നാര മോളാണല്ലോ ഫാത്തിമ. ഫാത്തിമ ഖിത്അത്തും മിൻ കിബദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ നിനക്ക് എന്ത് ഹെൽപ്പ് വേണം വാപ്പയിൽ നിന്ന് ചോദിച്ചോ, വാപ്പ തരാം. നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? കാശ് വേണോ, വേലക്കാര വേണോ, എന്താണ് നിന്നെ ഞാൻ, ഏത് നിലക്കാണ് നിന്നെ ഞാൻ സഹായിക്കേണ്ടത് ഫാത്തിമ? ഇതൊക്കെ പറഞ്ഞ റസൂല് കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ ഇത്തഖീനന്നാർ, നിന്റെ നരകം നീ തന്നെ കാത്തോളണം ഫാത്തിമ. അല്ലേ, നീ തന്നെ കാത്തോളണം. റസൂലിന് താങ്ങും തണലുമായിരുന്നല്ലോ അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബ് മരണപ്പെടുമ്പോ റസൂലിന് പോലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നൂഹ് അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യ, പ്രവാചകന്മാരുടെ ഭാര്യമാരായിട്ട് പോലും ഈമാൻ കിട്ടാതെ മരണപ്പെട്ടപ്പോ അവർക്ക് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ചരിത്രം. അതുകൊണ്ട് ഏതെങ്കിലും ഉസ്താദുമാര്, ഖാദിമാര്, ഖുദാത്തുമാര് ഒക്കെ വന്നുകൊണ്ട് ദിക്റും മൗലിദും മാലകളും ഒക്കെ ചൊല്ലി അങ്ങ് സ്വർഗത്തിലേക്കണ്ട് തള്ളിവിടുമെന്ന വ്യാമോഹം ആർക്കും വേണ്ട. അല്ലാഹ് പറഞ്ഞതാവ അസ്ലിമു, നിങ്ങൾ മുസ്ലിങ്ങളായിക്കോളൂ. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, അദാബ് അല്ലാഹുവിന്റെ ശിക്ഷ എപ്പോഴാ വരാന്നറിയില്ല, വരുന്നതിന് മുമ്പ്. സുമ്മ ലാ തുൻസറൂൻ, അങ്ങനെ അല്ലാഹുവിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ ലാ തുൻസറൂൻ, പിന്നെ നിങ്ങൾക്ക് ഒരു സഹായം ലഭിക്കുകയില്ല, ആർക്കും നിങ്ങളെ സഹായിക്കാനാകൂല. ഇത് പറയുന്ന സൂറത്താണ്, സൂറത്ത് ഖുർആനാണ്, സൂറത്തു സുമറിലായത്താണ് ഞാൻ ഓതുന്നത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വത്തബിഉ, നിങ്ങൾ പിൻപറ്റണം. നിങ്ങൾ മുസ്ലിമായ പിന്നെന്ത് ചെയ്യണം? വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടത് അതെന്താണ്? പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന്റെ മാസമാണ് പ്രിയമുള്ളവരെ, റമളാൻ കടന്നു വരികയാണ്. നിങ്ങൾ ഖുർആനിനെ പിൻപറ്റണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്ത, വളരെ പൊടുന്നനെ അല്ലാഹുവിന്റെ ശിക്ഷ എങ്ങാനും വരുന്നതിന് മുമ്പ്. പെട്ടെന്നാവും വരിക, അല്ലേ? അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അൻതഖൂല നഫ്സുൻ യാ ഹസ്രത, ഒരാളും പറയാനിടവരരുത്. യാ ഹസ്രത, മഹാകഷ്ടം എന്ന് പറയാനിടവരരുത്. അലാമാ ഫറത്തു ഫീ ജംബില്ല, ഇങ്ങനെ തുടങ്ങി സൂറത്ത് സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹ് തരുന്ന അവസരമാണ്, വലിയ ഓഫറാണ്, ഇതൊരു ചാകരയാണ്, ഇതൊരു സീസണാണ്. ഉപയോഗപ്പെടുത്തിക്കോളീം. നമ്മൾ പലരും റിവേഴ്സ് ഗിയറിൽ 40 കഴിഞ്ഞ് പിന്നെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒട്ടുമിക്ക ആളുകളും 40ലേക്ക് കുതിച്ചിരിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ചെറുപ്പക്കാരികളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും അനർഘ നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ പ്രയാണം ചെയ്യുന്നത്. ആ നിമിഷമെങ്ങാനും നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചാൽ നാളെ അർശിന്റെ തണലിൽ 7 വിഭാഗം ആളുകളെ പ്രത്യേകമായി ആദരിക്കപ്പെടുമ്പോൾ അതിലൊരു കൂട്ടര് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പറ്റം ചെറുപ്പക്കാരികളുമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റമളാൻ വരുന്നു, എല്ലാവരും ഖൽബിനെ അങ്ങോട്ട് തൗബ കൊണ്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി റമളാനിലേക്ക് പ്രവേശിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഈ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും നിരന്തരമായി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ എല്ലാവർക്കും അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജുമുഅ നീ സ്വീകരിക്കണേ. അല്ലാഹ് നിന്റെ പരിശുദ്ധ റമളാനിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.